നമ്മെല്ലാവരെയും സംബന്ധിച്ച് വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം. നമ്മുടെ പുണ്യപിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്രികരായി, വിശ്വാസ സമൂഹമായി, ആരാധനാ കുടുംബമായി, അപ്പസ്തോലിക സഭയായി നാം ഈ പരിശുദ്ധ ത്രോണോസിന് വലം വയ്ക്കുകയും പരിശുദ്ധ ബലിപീഠത്തിൽ ബലി അർപ്പിക്കുകയും ഈ ബലി അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നുവെന്ന് വിശ്വാസ പ്രഘോഷണം നടത്തി വന്യപിതാവിൻ്റെ ഖബർ ചുംബിച്ച് നാം ഭവനങ്ങളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെ ഈ ഒരു സന്ദർഭം അനുകൂലമായ കാലാവസ്ഥയും അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വിശ്വാസത്തിൻ്റെ വർദ്ധമാനമായ ഒരു തലത്തിലേക്ക് നമ്മെ ഉയർത്തിയ പരിശുദ്ധാത്മ പരിപാലനയ്ക്ക് നമുക്ക് നന്ദി പറയാം. ആപത്തനർത്ഥങ്ങൾ, അസൗകര്യങ്ങൾ, കാലാവസ്ഥയുടെ പ്രാതികൂല്യം ഇവയൊക്കെ ബാധിക്കാമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അത്ഭുതകരമായ ദൈവ സംരക്ഷണം അനുഭവിച്ച് നാം മുന്നേറുമ്പോൾ നമ്മുടെ പുണ്യപിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 100-ാം വാർഷികം നാം ഈ വിശുദ്ധ കുർബാനയോട് ചേർത്ത് ആഘോഷിക്കുകയാണല്ലോ. പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധി ലോകത്ത് ഐക്യവും സമാധാനവും സഹകരണവും സഹവർത്തിത്വവും ഭിന്നിച്ചിരിക്കുന്ന സമൂഹങ്ങളുടെ ഇടയിൽ സ്നേഹത്തിൻ്റെ സദ്വാർത്ത എത്തിക്കുന്നതിന് പരിശുദ്ധ പിതാവ് നിയോഗിച്ചിരിക്കുന്ന ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ തിരുമേനി നമ്മുടെ ഈ 72-ാമത് ഓർമ്മ പെരുന്നാളിൽ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായി, തിരുസിംഹാസനത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തി എന്നുള്ളത് നമുക്ക് അനൽപമായ ആത്മസംതൃപ്തിയും വർദ്ധമാനമായ ചൈതന്യവും പകരുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന്, സഭയുടെ മിഷൻ പ്രദേശങ്ങളിൽ നിന്ന്, സഭയുടെ റീജനുകളിൽ നിന്ന് പ്രാതിനിധ്യ സ്വഭാവത്തിൽ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും സഭാമക്കളും നമ്മുടെ ഈ ഓർമ്മ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷം പകരുന്നു. നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം നൽകി നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്ന് തന്നെ തീർത്ഥാടന പദയാത്രികരായി ഇവിടെ എത്തുന്നവരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. റാന്നി പെരുന്നാട്ടിലെ കുരിശുമലയിൽ നമ്മുടെ പുണ്യപിതാവിൻ്റെ ശ്ലൈഹിക ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സമാരംഭിച്ച വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മണ്ണിൽ നിന്ന് നാം തീർത്ഥാടക പദയാത്രയായി ഖബറിങ്കലേക്ക് എത്തുന്നത് 45-ാമത് തവണയാണ്. അതൊരു വലിയ സമർപ്പണ ശുശ്രൂഷയായി പരിശുദ്ധാത്മാവ് വളർത്തി നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹം നൽകുന്നു. നമ്മുടെ സഭയിലെ മുതിർന്ന മാതാപിതാക്കൾ, രോഗാവസ്ഥയിലായിരിക്കുന്നവർ, നമ്മുടെ സഭയുടെ കുടുംബങ്ങളുടെ പ്രതിനിധികൾ, വൈദികരുടെ, സമർപ്പിതരുടെ, ശമ്മാശന്മാരുടെ, വൈദിക വിദ്യാർത്ഥികളുടെ എല്ലാം സജീവമായ സാന്നിധ്യം നമ്മുടെ ഈ തീർത്ഥാടന പദയാത്രയിൽ സഭയ്ക്ക് ബലമായി എപ്പോഴും ലഭിക്കുന്നു. നമ്മുടെ അഭിവന്യ പിതാക്കന്മാർ ഈ പദയാത്രയിൽ മുഴുവൻ സമയവും നിങ്ങളോടൊപ്പവും നിങ്ങളെപ്പോലെയും വേദന സഹിച്ചും ത്യാഗത്തോടെയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൂടെ നിന്നു എന്നത് സാധാരണമായ കൂട്ടായ്മയുടെ കാഴ്ചയാണ്. വന്യപിതാവിൻ്റെ
ജന്മസ്ഥലമായ മാവേലിക്കരയിൽ നിന്ന്, അതുപോലെ തിരുവല്ല അതിഭദ്രാസനത്തിൽ നിന്ന്, മൂവാറ്റുപുഴയിൽ നിന്ന്, നമ്മുടെ മിഷൻ രൂപതകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പാറശാല ഭദ്രാസനത്തിൽ നിന്ന്, മാർത്താണ്ഡം ഭദ്രാസനത്തിൽ നിന്ന് സംഘങ്ങളായി നമ്മുടെ ഈ ഖബറിങ്കിലേക്ക് പദയാത്രികർ വന്നുകൊണ്ടേയിരുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ നമ്മുടെ കർത്താവിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് നാം പുണ്യപിതാവിൻ്റെ ഖബറിൽ നിന്ന് ആരംഭിക്കുന്ന മെഴുകുതിരി പ്രദക്ഷിണം ദൈവപരിപാലനയുടെ പുതിയ കാഴ്ചകൾ ലോകത്തിന് സമ്മാനിക്കുകയാണ്. ഓർമ്മപ്പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായി ഈ സമയം എല്ലാവർക്കും നേരുന്നു. വന്യപിതാവിൻ്റെ മാധ്യസ്ഥം സ്വർഗത്തിന് പ്രീതികരമാണ്, പ്രസാദകരമാണ്. തുടർന്നും ഈ ഖബറിങ്കിൽ നമുക്ക് അഭയപ്പെടാം. ഒരു ജനതയുടെ ദൈവബന്ധത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്ഥായിയായി സ്വർഗത്തോട് ചേർത്ത് നിർത്താൻ ജീവിതം സമർപ്പിച്ച ഒരു ശ്ലൈഹിക ശുശ്രൂഷയുടെ 100 വർഷം കൃതജ്ഞതയോടെ നമുക്ക് ഓർക്കാം. ലോകത്തിലും തിരുസഭയിലും സ്വർഗത്തിലും ഈ സഭയുടെ ബന്ധം വിട്ടുപോകാതിരിപ്പാൻ നമ്മെ പഠിപ്പിച്ച ഈ പിതാവിനെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഈ പരിശുദ്ധമായ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന നിരവധിയായ വേദനിപ്പിക്കുന്ന, ക്ലേശം കൂടുതൽ ഉളവാക്കുന്ന വിഷയങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ജനാധിപത്യത്തിൻ്റെയും ന്യായമായ അവകാശങ്ങളുടെയും പ്രതിനിധികളായി, പ്രചാരകരായി നമുക്ക് നിലകൊള്ളുകയും ചെയ്യാം. ഇവിടെ ക്യാമ്പസുകളെ ഭയപ്പെടുത്തുന്ന, കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുന്ന, ദേശത്തിൻ്റെ പ്രതീക്ഷ കെടുത്തിക്കളയുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വലിയ പ്രചാരം, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വലിയ അപജയങ്ങൾ, അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഗൗരവതരമായ വിഷയത്തിന് കാരണമാകട്ടെ. നമ്മുടെ സാധാരണ മനുഷ്യർ വന്യജീവികളോടും സമാന സാഹചര്യത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളോടും പടവെട്ടുന്ന ഒരു സാഹചര്യം, കർഷകരുടെയും തീരദേശവാസികളുടെയും സാധാരണക്കാരായ ജോലിക്കാരുടെയും ആശയറ്റ പ്രവർത്തകരുടെയും എല്ലാം നടുവിലാണ് നാം അറിവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുക. പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പിതാവിൻ്റെ പ്രാർത്ഥന ഈ വിഷയങ്ങളിൽ നമുക്ക് ബലം പകരട്ടെ. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് പരിശുദ്ധാത്മ നിറവിൽ കൂടുതൽ വെളിച്ചമുണ്ടാകുന്നതിന് അപേക്ഷിക്കുവാനും രാജ്യത്തെ ഐക്യത്തിലും പൗരബോധത്തിലും സാമൂഹിക നീതിയിലും ഒരേ ദിശയിലേക്ക് നയിക്കുന്നതിനുമെല്ലാം അവരുടെ ശുശ്രൂഷയും സേവനവുമെല്ലാം മുഖാന്തരമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.